യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ അറസ്റ്റിൽ സംസ്ഥാന വ്യാപക പ്രതിഷേധം ഉയരുന്നു. രാഹുലിന്റെ ജാമ്യാപേക്ഷയിൽ ഈ മാസം 17 വാദം കേൾക്കും. തിരുവനന്തപുരം ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ് ജാമ്യ ഹർജി പരിഗണിക്കുന്നത്. ജാമ്യം ലഭിക്കാതിരിക്കാൻ അട്ടിമറി നടന്നുവെന്ന ഗുരുതര ആരോപണവുമായി പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ രംഗത്തെത്തി. തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിലെ RMOയെ സ്വാധീനിച്ച് വ്യാജ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് നേടി. വ്യാജ സർട്ടിഫിക്കറ്റാണ് കോടതിയിൽ സമർപ്പിച്ചതെന്നും പ്രതിപക്ഷ നേതാവ് ആരോപിച്ചു. BP നോക്കിയപ്പോൾ യഥാർത്ഥ BP 160 ആയപ്പോൾ അത് എഴുതാൻ വേണ്ടി ഡോക്ടർ പോയപ്പോൾ RMOയെ സ്വാധീനിച്ച് ജനറൽ ആശുപത്രിയിൽ RMO ഇവരെല്ലാവരും കൂട്ടിയിട്ടാണ്. എന്നിട്ട് രണ്ടാമത് കുറച്ചുകൂടി വെള്ളം കൊടുത്ത് കുറെ കൂടി കഴിഞ്ഞിട്ട് എടുത്താൽ മതി എന്ന് പറഞ്ഞു. അപ്പൊ വീണ്ടും 150 BP. എന്നിട്ട് നോർമലായി എഴുതി RMO സ്വാധീനിച്ചിട്ട് എഴുതിയാണ്. എന്ത് തോന്നിവാസമാണ് നടക്കുന്നത്. സെക്രട്ടേറിയറ്റ് മാർച്ച് ഉദ്ഘാടനം ചെയ്ത തനിക്കെതിരെ പോലും കേസെടുത്തുവെന്ന് ഷാഫി പറമ്പിൽ MLA ആരോപിച്ചു. രാജ്ഭവൻ മാർച്ച് ഉദ്ഘാടനം ചെയ്ത MV ഗോവിന്ദനെതിരെ കേസെടുക്കുമോ എന്നും ഭയപ്പെടുത്താനും നിശബ്ദരാക്കാനുമാണ് ശ്രമമെങ്കിൽ വെറുതെ ഇരിക്കില്ലെന്നും ഷാഫി പറമ്പിൽ മുന്നറിയിപ്പ് നൽകി. ഇപ്പൊ ജനാധിപത്യ സ്വഭാവം തൊട്ടു തീണ്ടിയിട്ടില്ലാത്തൊരു ഗവൺമെന്റ് എന്നുള്ള നിലക്ക് ഇവരുടെ ഇത്തരം നടപടികൾ പ്രതീക്ഷിച്ചിട്ട് തന്നെയാണ് സമരത്തിന് ഇറങ്ങുന്നത്. പക്ഷേ ഈ നടപടികളെ കൊണ്ടൊക്കെ ഉദ്ദേശിക്കുന്നത് ഇന്നലെ ഇപ്പോൾ ഒരു മാർച്ച് ഉദ്ഘാടനം ചെയ്യാണ് ഞാൻ ചെയ്തത്. മാത്രമല്ല അവിടെയുള്ള സഹപ്രവർത്തകരെ സമാധാനത്തിൽ പറഞ്ഞ് അവരെ സമരത്തിൽ നിന്ന് സമരം കഴിഞ്ഞ് അവസാനിപ്പിച്ച് കൊണ്ടുപോകുന്നതിന് വരെ ഞാൻ നേതൃത്വം നൽകി. അപ്പോൾ ആ പ്രവർത്തകരെ അനിഷ്ട സംഭവങ്ങളില്ലാതെ ആക്കുന്നതിന് വേണ്ടി ഇടപെട്ട ആ മാർച്ച് ഉദ്ഘാടനം ചെയ്ത എനിക്കെതിരെ 1-ാം പ്രതിയായിട്ട് കേസെടുത്തു. രാജ്ഭവനിലേക്ക് മാർച്ച് നടത്തിയ LDF സമരം ഉദ്ഘാടനം ചെയ്ത ഗോവിന്ദൻ മാഷ, അയാൾക്കെതിരെ ഇതേ വകുപ്പുകൾ ചുമത്തിയിട്ട് ഇവർ കേസെടുക്കുമോ? അമീൻ വിവരങ്ങൾ നൽകും തിരുവനന്തപുരത്ത് നിന്ന്. അമീൻ, പ്രതിപക്ഷ നേതാവ് ഉന്നയിക്കുന്നത് വളരെ ഗൗരവമുള്ള ആരോപണങ്ങളാണ്. ഈ പരിശോധനയുമൊക്കെയായി ബന്ധപ്പെട്ട് RMO അതിൽ അദ്ദേഹത്തെ സ്വാധീനിച്ചു എന്നാണ് വി.ഡി. സതീശൻ ഇപ്പോൾ ആരോപിക്കുന്നത്. ഇന്നലെ CPM സംസ്ഥാന സെക്രട്ടറി പറഞ്ഞത് രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു വ്യാജ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് കോടതിയിൽ കൊടുത്തു, അത് പൊളിഞ്ഞു രണ്ടാമത് നടത്തിയ പരിശോധനയിലെന്നാണ്. എന്താണ് വി.ഡി. സതീശന്റെ ആരോപണം? എന്തായിരിക്കും ഇക്കാര്യത്തിൽ ഒരു തുടർ നീക്കം കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നുണ്ടാകാൻ സാധ്യതയുള്ളത്? വിജയകുമാർ, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷന്റെ ജാമ്യം നിഷേധിക്കുന്നതിന് കൃത്യമായിട്ടുള്ള ഇടപെടൽ സർക്കാർ തലത്തിൽ നടന്നു എന്നുള്ളതാണ് പ്രതിപക്ഷം ആരോപിക്കുന്നത്. ജാമ്യം നിഷേധിക്കുന്നതിന് മാത്രമല്ല, അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കുന്നതിന് പോലും മാനദണ്ഡങ്ങൾ ലംഘിച്ചുകൊണ്ടുള്ള നടപടി പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. അവസാനം കോടതിയിൽ ഹാജരാക്കിയപ്പോൾ ആശുപത്രി അധികൃതരെ, ജനറൽ ആശുപത്രിയിലെ RMOയെ സ്വാധീനിച്ച് വ്യാജ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് രാഹുലിന്റെ പേരിൽ ഉണ്ടാക്കി. അതാണ് രാഹുലിന്റെ ആരോഗ്യാവസ്ഥ സംബന്ധിച്ച് കോടതിയെ ധരിപ്പിച്ചത് എന്നുള്ളതാണ് പ്രതിപക്ഷ നേതാവ് പറയുന്നത്. അങ്ങനെ പറയുന്നതിന് പ്രധാനപ്പെട്ട ഒരു കാരണം, അതിനു മുൻപ് ഏതാണ്ട് ഒരാഴ്ചയോളം നാഡീസംബന്ധമായ പ്രശ്നങ്ങൾ കാരണം തിരുവനന്തപുരത്തെ പ്രധാനപ്പെട്ട സ്വകാര്യ ആശുപത്രിയിൽ രാഹുൽ ചികിത്സയിലായിരുന്നു. ആ ചികിത്സയിൽ കഴിഞ്ഞത് തന്നെ ആശുപത്രി അധികൃതരുടെ നിർദ്ദേശപ്രകാരമാണ്. അതിന്റെ മെഡിക്കൽ റെക്കോർഡ്സ് അവരുടെ കയ്യിലുണ്ട്. ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്യുമ്പോഴും കൃത്യമായി വിശ്രമം വേണമെന്ന നിബന്ധനയോടുകൂടിയാണ് ഡിസ്ചാർജ് ചെയ്തതും തുടർ പരിശോധനകൾ അതിൽ നിഷ്കർഷിക്കുകയും ചെയ്തിട്ടുണ്ട്. ആ ഒരു പരിശോധനാ റിപ്പോർട്ടാണ്, അത് തിരുവനന്തപുരത്തെ പ്രമുഖ സ്വകാര്യ ആശുപത്രിയിലെ പരിശോധനാ റിപ്പോർട്ടാണ്, മെഡിക്കൽ റിപ്പോർട്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ കോടതിയിൽ ഹാജരാക്കിയത്. അത് ദിവസങ്ങളോളം പരിശോധനകൾ നടത്തി ലഭിച്ച പരിശോധനാ ഫലം ഉൾപ്പെടെയാണ് ആ ഒരു കണ്ടെത്തൽ ആശുപത്രി നടത്തിയിട്ടുള്ളത്. പക്ഷേ അതേസമയം തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ മണിക്കൂറുകൾ കൊണ്ട് മാത്രം പരിശോധന നടത്തുന്നു. ആദ്യ പരിശോധനയിൽ BP വേരിയേഷൻ കാണുന്നു. അന്നേരം കുറച്ചുനേരം വെള്ളം കുടിച്ചിരിക്കട്ടെ, അതിനുശേഷം വീണ്ടും പരിശോധിക്കാമെന്ന് പറഞ്ഞ് പരിശോധന നടത്തുന്നു. അങ്ങനെ എന്നിട്ട് ആരോഗ്യാവസ്ഥ സ്റ്റേബിൾ ആണെന്ന് പറഞ്ഞ് റിപ്പോർട്ട് കൊടുക്കുന്നു. ഇതിന് കൃത്യമായി RMOയെ സ്വാധീനിച്ചു, സർക്കാർ തലത്തിൽ ഇക്കാര്യത്തിൽ ഇടപെടൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് പ്രതിപക്ഷ നേതാവ് പറയുന്നത്. പോലീസിന്റെ ഭാഗത്തുനിന്നും ആ തരത്തിലുള്ള ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ട്. അതിൽ കൃത്യമായി അങ്ങനെ ജാമ്യ അവസരം നിഷേധിക്കുന്നതിന് അട്ടിമറി ശ്രമങ്ങൾ നടത്തിയ ഒരു ഉദ്യോഗസ്ഥരെയും കോൺഗ്രസ് വെറുതെ വിടില്ല. നിയമവിരുദ്ധമായി പ്രവർത്തിച്ച ഉദ്യോഗസ്ഥർക്ക് പിന്നാലെ നിയമ നടപടികളുമായി കോൺഗ്രസ് ഉണ്ടാകുമെന്ന് കൂടി പ്രതിപക്ഷ നേതാവ് ഇന്ന് പറയുകയും ചെയ്തു. മറ്റൊന്ന്, രാഹുൽ കോടതിയിൽ സമർപ്പിച്ചത് വ്യാജ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ആണ് എന്നുള്ള MV ഗോവിന്ദന്റെ പ്രസ്താവന, അതിനെതിരെ ഇന്ന് വക്കീൽ നോട്ടീസ് അയക്കുമെന്ന് യൂത്ത് കോൺഗ്രസ് അറിയിച്ചിട്ടുണ്ട്. അതിൽ വ്യാജ ആരോപണമാണ് അവർ ഉന്നയിച്ചിട്ടുള്ളത്. അതിൽ മറുപടി പറയണമെന്നുള്ളതാണ് മറ്റൊരു ആവശ്യം. ഒപ്പം ഇന്നലെ യൂത്ത് കോൺഗ്രസിന്റെ പേരിൽ നടത്തിയ മാർച്ചിൽ ഷാഫി പറമ്പിലിനെതിരെ കേസെടുക്കുന്നു. സാധാരണ സെക്രട്ടേറിയറ്റിലേക്ക് നടക്കുന്ന എല്ലാ പ്രതിഷേധ മാർച്ചുകളിലും MLA-മാരോ MP-മാരോ ഉൾപ്പെടെയുള്ളവരാണ് ഉദ്ഘാടനം ചെയ്ത് മടങ്ങുന്നത്. അത്തരക്കാർക്കെതിരെ കേസെടുക്കുന്ന ഒരു രീതി കഴിഞ്ഞ കാലങ്ങളിൽ ഒന്നും ഉണ്ടായിട്ടില്ല. എന്നാൽ ഇന്നലെയും കഴിഞ്ഞ ദിവസത്തെ വി.ഡി. സതീശൻ നടത്തിയ മാർച്ചിൽ അദ്ദേഹത്തെയൊക്കെ പ്രതിയാക്കി മറ്റൊരു മാനദണ്ഡം അല്ലെങ്കിൽ മറ്റൊരു നടപടിക്രമം പോലീസ് സ്വീകരിക്കുന്നു. അത് പ്രതിപക്ഷ സമരങ്ങളെ അട്ടിമറിക്കുന്നതിന് വേണ്ടിയാണ്, നിശബ്ദമാക്കുന്നതിനാണ് എന്നുള്ളതാണ് പ്രതിപക്ഷം പറയുന്നത്. ഏതായാലും ഈ വിഷയത്തിൽ സംസ്ഥാന വ്യാപക പ്രതിഷേധത്തിന് ഇന്ന് കോൺഗ്രസ് ആഹ്വാനം ചെയ്തിട്ടുണ്ട്. വരും ദിവസങ്ങളിലും ശക്തമായിട്ടുള്ള രാഷ്ട്രീയ പ്രതിഷേധം ഒരു ഭാഗത്തുണ്ടാകും. അതിനോടൊപ്പം നിയമ
നടപടികളുമായി മുന്നോട്ട് പോകുമെന്ന് കൂടി പ്രതിപക്ഷ നേതാക്കൾ വ്യക്തമാക്കുന്നുണ്ട്. വിജയകുമാർ. യെസ്, അല്ലമീനാണ് വിവരങ്ങൾ നൽകിയത്. തിരുവനന്തപുരത്ത് നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിലിന് ജാമ്യം നിഷേധിക്കാൻ ഒരു അട്ടിമറി നടന്നിട്ടുണ്ട്. അതിൽ ഉന്നത ഉദ്യോഗസ്ഥരുടെയൊക്കെ ഇടപെടലുണ്ട് എന്നാണ് ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ആരോപിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൽ വ്യാജ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് നൽകിയെന്നായിരുന്നു ഇന്നലെ CPM സംസ്ഥാന സെക്രട്ടറി പറഞ്ഞത്. അതിനെതിരെ വക്കീൽ നോട്ടീസ് അയക്കുമെന്നും പ്രതിപക്ഷ നേതാവ് ഇപ്പോൾ അറിയിച്ചിട്ടുണ്ട്.